ഹലോ വെൽക്കം കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെറിയ ചെറിയ കൊച്ചു വാചകങ്ങളാണ് കേട്ടോ. അപ്പോൾ ഹിന്ദി ഒന്നും അറിയാത്തവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഫസ്റ്റായിട്ട് മേരെ ആനെ കെ ബാദ്. മേരെ ആനെ കെ ബാദ്, എൻ്റെ വരവിന് ശേഷം. മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, ആന എന്ന് പറഞ്ഞാൽ വരിക, കെ ബാദ് ശേഷം. അപ്പം മേരെ ആനെ കെ ബാദ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ വരവിന് ശേഷം അല്ലെങ്കിൽ ഞാൻ വന്നതിന് ശേഷം. മേരെ ആനെ കെ ബാദ്, എൻ്റെ വരവിന് ശേഷം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഞാൻ വന്നതിന് ശേഷം. രണ്ടും ഒന്ന് തന്നെയല്ലേ? മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, ആനെ കെ ബാദ് വരവിന് ശേഷം. മേരെ ആനെ കെ ബാദ്, എൻ്റെ വരവിന് ശേഷം. ഇനി അടുത്തത് എങ്ങനെ പറയാം? മേരെ സോനെ കെ ബാദ്, എൻ്റെ ഉറക്കത്തിന് ശേഷം. മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, സോനെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങുക. മേരെ സോനെ കെ ബാദ്, അതായത് കെ ബാദ് ശേഷം. മേരെ സോനെ കെ ബാദ്, എൻ്റെ ഉറക്കത്തിന് ശേഷം, ഞാൻ ഉറങ്ങിയതിന് ശേഷം എന്നൊക്കെ പറയാം. അതായത് എൻ്റെ ഉറക്കത്തിന് ശേഷം അല്ലേ? മേരെ സോനെ കെ ബാദ്. ഇനി മേരെ ഗാനെ കെ ബാദ് എന്ന് എങ്ങനെ പറയാം? എൻ്റെ ഭക്ഷണത്തിന് ശേഷം, അതായത് ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം. മേരെ എൻ്റെ, കാന എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, കെ ബാദ് ശേഷം. മേരെ കാനെ കെ ബാദ്, എൻ്റെ ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം. മേരെ കാനെ കെ ബാദ്. ഇനി അടുത്തത് മേരെ ബൈഠനെ കെ ബാദ്, എൻ്റെ ഇരുത്തത്തിന് ശേഷം. മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, ബൈഠന എന്ന് പറഞ്ഞാൽ എന്താ? ഇരിക്കുക, കെ ബാദ് ശേഷം. മേരെ ബൈഠനെ കെ ബാദ്, എൻ്റെ ഇരുത്തത്തിന് ശേഷം അല്ലെങ്കിൽ ഞാൻ ഇരുന്നതിന് ശേഷം. അങ്ങനെയും പറയാം. മേരെ ബൈഠനെ കെ ബാദ്, എൻ്റെ ഇരുത്തത്തിന് ശേഷം. മേരെ ഉഡ്നെ കെ ബാദ്, ഞാൻ ഉണർന്നതിന് ശേഷം അല്ലെങ്കിൽ എൻ്റെ ഉണർവിന് ശേഷം. അങ്ങനെയൊക്കെ പറയാം. മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, ഉഡ്ന എന്ന് പറഞ്ഞാൽ ഉണരുക, കെ ബാദ് ശേഷം, അതായത് ഞാൻ ഉണർന്നതിന് ശേഷം അല്ലേ? അതെല്ലാം എളുപ്പം പറയാനുണ്ടാവുക. മേരെ ഉഡ്നെ കെ ബാദ്, ഞാൻ ഉണർന്നതിന് ശേഷം. മേരെ ഖരീദ്നെ കെ ബാദ്, അതായത് ഞാൻ വാങ്ങിയതിന് ശേഷം അല്ലെ എൻ്റെ വാങ്ങലിന് ശേഷം. അങ്ങനെ പറയാം. മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, ഖരീദ്ന എന്ന് പറഞ്ഞാൽ വാങ്ങുക, കെ ബാദ് ശേഷം. അതായത് എൻ്റെ വാങ്ങലിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വാങ്ങിയതിന് ശേഷം അല്ലേ? ഞാൻ വാങ്ങിയ ശേഷം. മേരെ ഖരീദ്ന എന്ന് പറഞ്ഞാൽ വാങ്ങുക, ഖരീദ്ന കെ ബാദ് വാങ്ങിയതിന് ശേഷം. ഞാൻ വാങ്ങിയതിന് ശേഷം. മേരെ ഖരീദ്നെ കെ ബാദ്. മേരെ ലിഖ്നെ കെ ബാദ്, ഞാൻ എഴുതിയതിന് ശേഷം അല്ലെങ്കിൽ എൻ്റെ എഴുത്തിന് ശേഷം. മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, ലിഖ്ന എന്ന് പറഞ്ഞാൽ എന്താ? എഴുതുക, കെ ബാദ് ശേഷം. മേരെ ലിഖ്നെ കെ ബാദ്, എൻ്റെ എഴുത്തിന് ശേഷം അല്ലെങ്കിൽ എന്താ പറയാം? ഞാൻ എഴുതിയതിന് ശേഷം. മേരെ ലിഖ്നെ കെ ബാദ്, എൻ്റെ, ഞാൻ എഴുതിയതിന് ശേഷം അല്ലേ? ഞാൻ എഴുതിയതിന് ശേഷം. ഇനി അടുത്ത് മേരെ ചടനെ കെ ബാദ്, ഞാൻ കയറിയതിന് ശേഷം. മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, ചടന എന്ന് പറഞ്ഞാൽ കയറുക, ബാദ് ശേഷം. അതായത് എൻ്റെ കയറ്റത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കയറിയതിന് ശേഷം. മേരെ ചട്നെ കെ ബാദ്, ചട്നെ കെ ബാദ്, അതായത് എൻ്റെ കയറിയതിന് ശേഷം, ഞാൻ കയറിയതിന് ശേഷം, എൻ്റെ കയറ്റത്തിന് ശേഷം. മേരെ ചട്നെ കെ ബാദ്. മേരെ ഗിർനെ കെ ബാദ് എന്താണ് അർത്ഥം? ഞാൻ വീണതിന് ശേഷം, അതായത് എൻ്റെ വീഴ്ചയ്ക്ക് ശേഷം. മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, ഗിർന എന്ന് പറഞ്ഞാൽ എന്താ? വീഴുക, കെ ബാദ് ശേഷം. ഞാൻ വീണതിന് ശേഷം. മേരെ ഗിർനെ കെ ബാദ്, എൻ്റെ വീഴ്ചയ്ക്ക് ശേഷം അല്ലെ എങ്ങനെ പറയാം? ഞാൻ വീണതിന് ശേഷം. മേരെ ഗിർനെ കെ ബാദ്, ഞാൻ വീണതിന് ശേഷം. മേരെ ദൗഡ്നെ കെ ബാദ് എന്താ മീനിങ്? എൻ്റെ ഓട്ടത്തിന് ശേഷം അല്ലെങ്കിൽ ഞാൻ ഓടിയതിന് ശേഷം. മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, ദൗഡ്ന എന്ന് പറഞ്ഞാൽ എന്താ? ഓടുക, കെ ബാദ് ശേഷം. മേരെ ദൗഡ്നെ കെ ബാദ്, എൻ്റെ ഓട്ടത്തിന് ശേഷം അല്ലെങ്കിൽ ഞാൻ ഓടിയതിന് ശേഷം. രണ്ടും പറയാം. മേരെ ദൗഡ്നെ കെ ബാദ് എന്താ അർത്ഥം? എൻ്റെ ഓട്ടത്തിന് ശേഷം. മേരെ ഡർനെ കെ ബാദ്, ഞാൻ ഭയപ്പെട്ടതിന് ശേഷം. മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, ഡർന എന്ന് പറഞ്ഞാൽ എന്താ? പേടിക്കുക, ഭയപ്പെടുക അല്ലേ? പേടിപ്പെടുത്തതിന് കെ ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം. അതായത് എൻ്റെ പേടിപ്പെടലിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഭയപ്പെട്ടതിന് ശേഷം. മേരെ ഡർനെ കെ ബാദ്, ഞാൻ ഭയപ്പെട്ടതിന് ശേഷം. മേരെ ചലനെ കെ ബാദ്, എൻ്റെ നടത്തത്തിന് ശേഷം അല്ലെങ്കിൽ ഞാൻ നടന്നതിന് ശേഷം. അങ്ങനെയും പറയാം. മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, ചലന എന്ന് പറഞ്ഞാൽ എന്താ? നടക്കുക, കെ ബാദ് ശേഷം, അതായത് എൻ്റെ നടത്തത്തിന് ശേഷം. ഇത് ഒരേപോലുള്ള കുറച്ച് വാചകങ്ങളാണ് കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് ഇങ്ങനെ. മേരെ ചലനെ കെ ബാദ്, അതായത് എൻ്റെ നടത്തത്തിന് ശേഷം.
ചലന എന്ന് പറഞ്ഞാൽ നടക്കുക, കെ ബാദ് ശേഷം. മേരെ ചലനെ കെ ബാദ് എൻ്റെ നടത്തത്തിന് ശേഷം. മേരെ ബൈഠനെ കെ ബാദ് ഞാൻ ഇരുന്ന ശേഷം, അല്ലെങ്കിൽ എൻ്റെ ഇരുത്തത്തിന് ശേഷം, ഞാനിങ്ങനെ ഇരുന്നതിന് ശേഷം. മേരെ എൻ്റെ, ബൈഠന എന്ന് പറഞ്ഞാൽ എന്താ, ഇരിക്കുക, കെ ബാദ് ശേഷം. ഞാൻ ഇരുന്ന ശേഷം, അല്ലെങ്കിൽ എന്താണ്, എൻ്റെ ഇരുത്തത്തിന് ശേഷം. മേരെ ബൈഠനെ കെ ബാദ് ഞാൻ ഇരുന്നതിന് ശേഷം. മേരെ ബോൽനെ കെ ബാദ് എന്താണ്, ഞാൻ സംസാരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് ശേഷം. മേരെ എൻ്റെ, ബോൽന എന്ന് പറഞ്ഞെന്താ, പറയുക അല്ലെങ്കിൽ സംസാരിക്കുക, കെ ബാദ് ശേഷം. ഞാൻ പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എൻ്റെ സംസാരത്തിന് ശേഷം, അങ്ങനെയും പറയാം. മേരെ ബോൽനെ കെ ബാദ് എൻ്റെ സംസാരത്തിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചതിന് ശേഷം, ഞാൻ പറഞ്ഞതിന് ശേഷം. മേരെ ലിഖ്നെ കെ ബാദ് ഞാൻ എഴുതിയതിന് ശേഷം. മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, ലിഖ്ന എന്ന് പറഞ്ഞാൽ എന്താ, എഴുതുക, കെ ബാദ് ശേഷം. എൻ്റെ എഴുത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എഴുതിയതിന് ശേഷം, അല്ലേ. മേരെ ലിഖ്നെ കെ ബാദ് ഞാൻ എഴുതിയതിന് ശേഷം. മേരെ ഞാൻ, ലിഖ്നെ കെ ബാദ് എന്ന് പറഞ്ഞാൽ എഴുതിയതിന് ശേഷം, അല്ലെങ്കിൽ എൻ്റെ എഴുത്തിന് ശേഷം. മേരെ സുനനെ കെ ബാദ് ഞാൻ കേട്ടതിന് ശേഷം. മേരെ എൻ്റെ, സുനന എന്ന് പറഞ്ഞാൽ എന്താ, കേൾക്കുക, കെ ബാദ് ശേഷം. അതായത് എൻ്റെ കേൾക്കലിന് ശേഷം, എൻ്റെ കേൾവിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ കേട്ടതിന് ശേഷം. മേരെ സുനനെ കെ ബാദ് ഞാൻ കേട്ടതിന് ശേഷം. മേരെ സുനനെ കെ ബാദ് ഞാൻ കേട്ടതിന് ശേഷം. മേരെ സുനനെ കെ ബാദ് ഞാൻ കേട്ടതിന് ശേഷം. മേരെ ദേനെ കെ ബാദ് ഞാൻ കൊടുത്തതിന് ശേഷം. മേരെ എൻ്റെ, ദേന എന്ന് പറഞ്ഞാൽ എന്താ, നൽകുക, അല്ലെങ്കിൽ മേരെ എന്നുള്ളതിന് എൻ്റെ എന്ന് പറയാം, ഞാൻ എന്ന് പറയാം കേട്ടോ, ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ്. മേരെ എൻ്റെ, ദേന എന്ന് പറഞ്ഞാൽ കൊടുക്കുക, കെ ബാദ് അതായത് എൻ്റെ കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ കൊടുത്തതിന് ശേഷം. മേരെ ദേനെ കെ ബാദ് ഞാൻ കൊടുത്തതിന് ശേഷം. മേരെ ലേനെ കെ ബാദ് ഞാൻ എടുത്തതിന് ശേഷം. ലേന എന്ന് പറഞ്ഞാൽ എന്താ, എടുക്കുക, എൻ്റെ. മേരെ എൻ്റെ, മേരെ എൻ്റെ. ലേന എന്ന് പറഞ്ഞാൽ എടുക്കുക, കെ ബാദ് ശേഷം. മേരെ ലേനെ കെ ബാദ് ഞാൻ എടുത്തതിന് ശേഷം. മേരെ ലേനെ കെ ബാദ് ഞാൻ എടുത്തതിന് ശേഷം, അതായത് എൻ്റെ എടുക്കലിന് ശേഷം. മേരെ തൈർനെ കെ ബാദ് എന്താ മീനിങ്, മേരെ തൈർനെ കെ ബാദ് എൻ്റെ നീന്തലിന് ശേഷം. തൈർന എന്ന് പറഞ്ഞാൽ എന്താ, നീന്തുക, കെ ബാദ് ശേഷം, അതായത് എൻ്റെ നീന്തലിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ നീന്തിയതിന് ശേഷം. മേരെ തൈർനെ കെ ബാദ് എൻ്റെ നീന്തലിന് ശേഷം. മേരെ തൈർനെ കെ ബാദ് എൻ്റെ നീന്തലിന് ശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്.